അപ്പോൾ കോട്ടയുടെ താഴെ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. പാലസും കോട്ടയും ആ ക്ഷേത്ര കവാടവും എല്ലാം നമുക്ക് താഴെ നിന്ന് വളരെ മനോഹരമായ രീതിയിൽ കാണാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ അജ്മീറിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അജ്മീറിന് പോകുന്ന സമയത്ത് നമുക്കൊരു കളിയും കൂടി കിട്ടിയിട്ടുണ്ട്. भाई आपका नाम बोलिए. अफजल. किधर से है? यूपी से. यूपी आगरा. हाँ, अभी किधर जा रहे हैं? अभी मैं यूपी आगरा से अजमेर शरीफ जा रहा हूँ. ख्वाजा मिस्त्री रहमतुल्लाह अलैह की तरफ पर. अच्छा, और कितना दिन हो गया? आज मुझे 10 दिन हो गया. 10 दिन हो गया जी. अच्छा, अभी अजमेर में हूँ मैं. अभी अजमेर से दरगाह से 55 किलोमीटर पीछे. ആ ഓക്കെ. അപ്പം ഞാനും അജ്മീറിലോട്ട് തന്നെയാണ് യാത്ര. നമ്മൾ 55 കിലോമീറ്റർ കൂടിയാണുള്ളത്. അപ്പം ഭായിയുടെ കൂടെ, അഫ്സൽ ഭായിയുടെ കൂടെ ഞാനും മുമ്പോട്ട് പോവുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് നമുക്ക് സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റില്ല. അപ്പോൾ ഭായി हमारा साथ है, हम दोनों मिलके अभी अजमेर तक यात्रा कर रहे हैं. ओके, शुक्रिया, ജയ് ഹിന്ദ്. അപ്പോൾ അതേ നമ്മൾ അജ്മീറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിത് രാവിലെ ഒരു മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് കയറി കിടക്കുക. അപ്പോൾ നേരം വെളുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ യാത്ര അജ്മീർ സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അജ്മീറിന് ഒരു 11 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ മുസ്ലിങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു ഏരിയ ആണ്. അവരുടെ ഒരു ഗ്രാമമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ ഭാഗത്ത് ഒരു ഗ്രാമമുണ്ട്. അപ്പോൾ ഇന്നലെ കിടന്നുറങ്ങിയത് ഈ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ. നല്ല കാറ്റായിരുന്നു, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇവിടെ കൂടി. കാരണം ഇന്നലെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു 9 മണിയായി. കാരണം കാറ്റ് കാരണം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. വളരെ കുറച്ച് ദൂരമേ സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൂ. ഇന്നലെ ആകെ സഞ്ചരിച്ച് 26 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, കാറ്റ് കൂടുതലായതുകൊണ്ട്. പിന്നെ റെസ്റ്റ് ചെയ്തൊക്കെയാണ് പോകുന്നത്. പിന്നെ വണ്ടി ബാഹുല്യം കൂടുതലാണ്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.